അളിയ ഞാൻ ഹോളാൻ പോയപ്പോഴും ചായ കുടിച്ചോണ്ടല്ലേ ഇരുന്ന് തീർന്നില്ല ഇതുവരെ. ഇതാ ചായ അല്ല, പിന്നെ പുതിയ ചായ കേട്ടോ. നിന്റെ പ്രശ്നം എന്താ? എന്റെ പൊന്നിയാണ്, നിനക്കത് ചായ പ്രാന്താ. എങ്ങനെ കുടിച്ചോണ്ടല്ലോ അമൃത വിഷമാണ് ഇങ്ങടുത്ത്. എന്റെ സെല്ലാ നിങ്ങൾ തന്നെ ആകെ ഉള്ള സ്ട്രെസ് റിലീഫ് ഈ ചായ മാത്രമേ ഉള്ളൂ. അതിന് നിനക്ക് സ്ട്രെസ് അടിക്കുക, ഇവിടെ എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അമ്മാന്റെ കാര്യം എടുത്ത് ടെൻഷനായിട്ട് വയ്യ സെല്ലിന്. അമ്മാനെന്തോ കുഴപ്പം? എന്തോന്ന് കാര്യം പറ. നീ ഈ ലോകത്തൊന്നുമല്ലേ. എന്റെ പൊന്നാളെ, നീ കാര്യം പറഞ്ഞാലല്ലേ എനിക്ക് അറിയാം. നാളെ അല്ലേ രുക്കുന്റെ എൻഗേജ്മെന്റ്. അയ്യോ, നാളെ ആയിരുന്നോ? അല്ല മറ്റന്നാളാ തോന്ന് പറ. എടി അതിന്റെ എനിക്ക് ടെൻഷനായിട്ട് പോയി എന്താ ചെയ്യാന്നുള്ളത്. അല്ല, നീ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? അമ്മാവനെ കൂടെ വിചാരിക്കേണ്ടത്. മുൻകൈ എടുക്കണ്ടേ? അമ്മ മുൻകൈ എടുക്കില്ലല്ലോ. അവിടെ ആ വാഴയും ചാരി ഇരിപ്പുണ്ട്. എടി ഒരു പെണ്ണിന് ആഗ്രഹം കൊടുത്ത് ചീറ്റ് ചെയ്യുന്ന മോശമല്ലേ? അതൊക്കെ ശരിയാണല്ലേ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ മുൻകൈ എടുക്കണ്ടേ? അമ്മാനെങ്ങനെ മുൻകൈ എടുക്കുന്നേ? അമ്മാന് പേടിയല്ലേ എല്ലാം. പേടിത്തോണ്ടോ അമ്മാവൻ? ആ നല്ല. എന്ത് എന്നെ കണ്ടത് രണ്ടുപേരും സംസാരം നിർത്തി കളഞ്ഞത്? ഒന്നുമില്ല അമ്മാവ. എനിക്കറിയാം, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയായിരുന്നില്ലേ? അതെ, കുറ്റം പറയായിരുന്നു. അമ്മാതിരി ചീപ്പ് പരിപാടിയാണല്ലോ കാണിച്ചു വെക്കുന്നത്. എന്റെ പൊന്നു മോളെ, ഞാൻ എന്തോന്ന് ചീപ്പ് പരിപാടി കാണിച്ചേ? എന്റെ അമ്മാവാ, കുറച്ചെങ്കിലും നാണമുണ്ടോ ഒരു പെണ്ണിന് ആഗ്രഹം കൊടുത്തിട്ട് ചീറ്റ് ചെയ്യാൻ? അല്ലടി സെല്ലിന്. പിന്നെ അല്ലാണ്ട് അമ്മാവ, ഞാൻ അമ്മാവനെ പറ്റി ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടില്ല. അമ്മ ഇതൊക്കെ ഭയങ്കര ഓവറാണ്, മനസ്സിലായില്ലേ? എന്റെ പൊന്നു മകളെ, എനിക്ക് അങ്ങനെയൊന്നും ആവാൻ പറ്റൂല. ഞാൻ അത്രത്തെ കാരണവും അല്ല. പിന്നെന്താ ഞാൻ അമ്മാവ് ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒഴിഞ്ഞു മാറുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾ പറ, നിങ്ങൾ പറയാൻ പോലെ ഞാൻ ചെയ്യാം. പറ, നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞവരെ ചെയ്യോ? ചെയ്യാം, പറ. നമുക്കേ റുക്കിനെ അങ്ങ് പൊക്കിയാലേ? അയ്യോ, പൊക്കാനാ? അതൊക്കെ വലിയ പ്രശ്നങ്ങളാവും മോളെ. മാറിക്കേ. പ്രശ്നങ്ങളാവും. പ്രശ്നങ്ങളെ പേടിച്ചിരുന്നാലേ ഇതേപോലെ ആ വാഴയിലും ചാരി ഇരിക്കേണ്ടി വരും. കുറച്ചൊക്കെ റിസ്ക് എടുക്കാണ്ടേ നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ പൊന്നു മകളെ, നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റണ കാര്യമാണ്. അതുമല്ല, ആ പിന്നെ പോലീസിന് നമ്മളെല്ലാരും അറിഞ്ഞുകൂടി, പിന്നെ എങ്ങനെ നടക്കും അത്? എന്റെ പൊന്ന അമ്മാവ, അതൊക്കെ നമുക്ക് സെറ്റാക്കാൻ ഒരു പൂച്ചക്കുട്ടി പോലും അറിയൂല. പോരെ, ഞാനില്ല ഇവിടെ. എങ്ങനെ? അതിന് നമുക്ക് ഒരാളുടെ കൂടെ ഹെൽപ്പ് വേണ്ടി വരുവളിയാ. ആരെ ഹെൽപ്പ്? എന്റെ ബോസിന്റെ. ആ ഭ്രാന്തന്റെ? നീ ആ ഭ്രാന്തനെ കൂടെ കൊണ്ടുവരാത്തോണ്ടേ ഉള്ളൂ. ആ ഭ്രാന്തം വന്നു കഴിഞ്ഞാൽ ഉള്ളത് കൂടെ ഇല്ലാതെ പോകും. എന്റെ പൊന്നമ്മാവ, റുക്കുവിന് ആള് മാറി ഇങ്ങനെ കൊണ്ടുവരാനേ അങ്ങനെ ഇവിടെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഈ ഐഡിയ ഒക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അതൊന്നും പറ്റില്ല. ആ ഭ്രാന്തന് ശരിയാവൂല. അമ്മാവ, ഒന്നെങ്കിൽ അമ്മാവിന്റെ ഈ പിടിവാശി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും അവൻ വിട്ടേ പറ്റൂ. ഇല്ല കളിയാ? അമ്മാവാ, ചിന്തിക്കണ്ട. പിടിവാശി അങ്ങ് വിട്. നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കാം. എങ്കിൽ ശരി. ഒരു പക്ഷേ ഇല്ല, മതി, നിർത്തിക്കോ. ശരി, എന്നാ ആ ഭ്രാന്തം സമ്മതിക്കോ? ഇനി അതെ, പ്രാന്തനൊന്നും പറഞ്ഞ അങ്ങനെ എന്റെ ബോസാണ്. ബോസ് ഭ്രാന്തം സമ്മതിക്കോ? സമ്മതിപ്പിക്കാം. അവള് സമ്മതിപ്പിച്ചോളും. ഇനി വായിൽ സിബ് ഇട്ടിട്ട് അവിടെ സൈഡിൽ ഇരുന്നാൽ കൂടെ വന്നാല് അവിടെ എന്ത് വെച്ചാൽ മാത്രം പറഞ്ഞ, വേറെ ഒന്നും പറയല്ലേ കേട്ടാ. നമ്മുടെ ആവശ്യമാണ് അമ്മാവ. എന്നാ ശരി. ഓക്കെ, അപ്പൊ റെഡി ആവോ? അമ്മാവനായിപ്പോയി, അതുകൊണ്ടാണ് സ്നേഹിച്ചിട്ട് ഇത്രയും പ്രശ്നം. പൊക്കോ പൊക്കോ. ആ മനുഷ്യന്റെ അടി സഹായിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പറഞ്ഞ കേക്കണ്ടേ? ഇത്ര പ്രായമായിട്ട് എന്ത് കാര്യം? മനസ്സിലാവണ്ടേ?